രാവിലെ ഞാൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറിയപ്പോഴത്തേക്ക് ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ആരും ആദ്യമൊക്കെ എഴുന്നേറ്റ് മൊബൈലും ഒക്കെ നോക്കി കട്ടിലിൻ്റെ രണ്ട് മൂലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഞാൻ അവരുടെ അടുത്ത് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് പോവുകയാണ്. ഒന്നും ആക്കിയിട്ടില്ല, ചായ പോലും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ അടുക്കളയിൽ വന്ന് ലൈറ്റൊക്കെ ഇട്ട് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് ആദ്യം നേരെ വന്നിട്ട് ആദ്യം ചായ ഇടൽ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറേ നാളുകൊണ്ട് വീട്ടിൽ ചായ ഇടുന്ന ആദ്യമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല, പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ നമ്മളെ കൂടെ വന്ന് കണ്ടും കേട്ടും ഒക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് പോയി ഞവരയിലായിട്ടോ പിച്ചിക്കൊണ്ട് വന്നത്. ചില ദിവസങ്ങളിൽ ഞവരയില ഇട്ടാണെന്നുണ്ടെങ്കിൽ ചില ദിവസം തുളസിയിൽ, അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. വെള്ളമൊക്കെ തിളപ്പിക്കുന്ന സമയം കൊണ്ട് ആദ്യത്തെ ഇവിടെ ചായ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കൊണ്ടുപോകുന്നത് അച്ഛനും ആരും ഒക്കെ റൂമിലിരിക്കുകയാണ്, അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. എന്നിട്ടേ ആദ്യം കുടിക്കും. സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് ആദ്യമൊക്കെ റസ്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലും രണ്ടെണ്ണം രാവിലെ ചായയുടെ കൂടെ വേണം. അതൊക്കെ കഴിച്ചിട്ട് ആളവിടെ സ്വസ്ഥമായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചത് രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഇതിൻ്റെ മെനു തന്നിരിക്കുന്നത് ഇന്നലെ ആദ്യമാണ് കേട്ടോ. ആരും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു നിർബന്ധവും ഇല്ല, ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല. നാളെ എന്താ അമ്മ കഴിക്കാനെന്നുള്ള ഒരു ചോദ്യമേ ഇല്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് അവൻ കഴിക്കുന്നത്. പക്ഷെ ആദ്യം അങ്ങനെയല്ല, തലേന്നേ നമ്മളോട് വന്ന് ചോദിക്കും നാളത്തേക്കൊക്കെ കാപ്പി എന്താണ്, ചോറ് എന്താണ്. അപ്പം ഞാൻ ഇന്നതാണെങ്കിൽ പറയാം അമ്മ അപ്പം നമുക്ക് ഇന്നത് വെച്ചാലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ എന്തായാലും ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ മാവൊക്കെ നനച്ച് റെഡിയാക്കിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ വെജിറ്റബിൾസ്, അതായത് നമ്മൾ മുട്ടക്കറി വെക്കാനുള്ള വെജിറ്റബിൾസ് എല്ലാം ആദ്യം ഏറ്റെടുത്തോളാന്ന് പറഞ്ഞ് ആദ്യം തന്നെ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ്. ഇതൊന്നും ഞാൻ ആദ്യം കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യമേ അല്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുക്കിങ്ങിൻ്റെ കൂടെ ഇതെല്ലാം വന്ന് ക്ലിയർ ആക്കി റെഡിയാക്കി തരും. ഒന്നും നമ്മൾ എടുത്ത് കൊടുക്കുകയോ പറയുകയോ ഒന്നും വേണ്ട. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് നമ്മളെ കയ്യിൽ കൊണ്ടുതരും. ആദ്യമൊക്കെ സമയത്ത് ഞാൻ കുറച്ച് പറയുമായിരുന്നു, മോളെ സൂക്ഷിക്കണേ, തെറിച്ച് വീഴല്ലേ, കൈ മുറിയുമെന്നല്ല. നല്ല വൃത്തിയാക്കി അതെല്ലാം കൊണ്ടുതരും. പിന്നെ എടുത്ത് പറയേണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എന്തെടുത്താലും ആ പ്ലേറ്റുകളാണെങ്കിൽ അത് ചെയ്യുന്ന ആ ഭാഗവും കൗണ്ടർ ടോപ്പും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി ഇട്ട് തരും കേട്ടോ. പിന്നെ ഇത്തിരി കറിവേപ്പില വേണമായിരുന്നു, അത് ഞാൻ പുറത്ത് പോയി ഒടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെ കറിവേപ്പിലയൊക്കെ ഒടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു സെറ്റ് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ നാണ്ട് അവിടെ മുട്ട ഇരിക്കുന്നു. അമ്മ ഞാനിത് തൊലിച്ചേരട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞ്. ഈ സമയം അച്ഛനും മോനും കൂടെ മുടി വെട്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരുവിൻ്റെ മുടി കാട് കണക്ക് വളർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോയാൽ ഇത്തിരി ആൾ കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ് അവർ രാവിലെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയേക്കെ. ഇല്ലെങ്കിൽ ആദ്യയുടെ കൂടെ തന്നെ ആരും എൻ്റെ കൂടെ ഈ കിച്ചണിൽ കാണും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം അവനും ചെയ്തുകൊണ്ട് തന്നെ കാണും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ വരാറായോ എന്ന് ചോദിച്ചപ്പം അവർ ഇനിയും വരാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും, അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുട്ടക്കറി ഇടിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ആദ്യമോളും കൂടെ പോയിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ